മലപ്പുറം തെന്നല സഹകരണ ബാങ്കിൽ നിക്ഷേപകരുടെ കളക്ട്രേറ്റ് മാർച്ചും പട്ടിണി കഞ്ഞി വെപ്പ് സമരവും. ലീഗ് ഭരിക്കുന്ന ബാങ്കിൽ കോടികളുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നാണ് ആരോപണം. അഷ്കർ കരിമ്പ വിവരങ്ങളുമായി. അഷ്കർ, ഇപ്പോൾ വ്യത്യസ്തമായ സമരവുമായിട്ടാണ് ഇപ്പോൾ ആളുകൾ എത്തിയിരിക്കുന്നത്. ലീഗ് ഭരിക്കുന്ന ബാങ്കാണ്, ഓണക്കാലമാണ്. അവിടെ നിക്ഷേപകരുടെ പ്രതിഷേധം എന്താണ് അവർ പറയുന്നത്? മലപ്പുറം കളക്ടറേറ്റ് സിവിൽ സ്റ്റേഷന്റെ പടിക്കലാണ് ഇത്തരത്തിൽ ഇവിടെയുള്ള നിക്ഷേപകർക്ക് തന്നെ കഞ്ഞി വെച്ച് ഒരു പട്ടിണിക്കഞ്ഞി സമരം നടത്തുന്നത്. കാരണം ഈ ഓണക്കാലത്ത് കഞ്ഞി കുടിക്കേണ്ട അവസ്ഥയിലേക്ക് അവർക്ക് എത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇവരെ കോടികളാണ്, ഈ പല നിക്ഷേപകരായി ഏകദേശം കോടിക്കണക്കിന് രൂപയാണ് ഇവർക്ക് പല നിക്ഷേപകർക്കായി ലഭിക്കാനുള്ളത്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവർ കയറി ഇറങ്ങിയിട്ട് പോലും ഒരു രൂപ പോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് പല പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഈ ഓണ നാടുകൾ ഇത്തരത്തിൽ ഒരു പട്ടിണിക്കഞ്ഞി സമരവുമായി ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. എന്താണ് ഇത്തരത്തിൽ സമരത്തിലേക്ക് വരാൻ കാരണം? ഈ സംസ്ഥാനം പൊന്നോണം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഞങ്ങളിങ്ങനെ വരാനുള്ള കാരണം ഞങ്ങളുടെ ദുരിതം കൊണ്ടാണ്, ദുഃഖങ്ങൾ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. 2 വർഷമായി ഞങ്ങൾക്ക് അവിടുത്തെ നിക്ഷേപങ്ങൾ കിട്ടുന്നില്ല, തിരിച്ചു കിട്ടുന്നില്ല എന്ന് മാത്രമല്ല അതിനുള്ള ഇൻട്രസ്റ്റ് പോലും കൊടുക്കാൻ ബാങ്കിൽ പൈസ ഇല്ല. അതൊക്കെ തട്ടിപ്പേർ കൊണ്ടുപോയിരിക്കുകയാണ്. ഡയറക്ടർ ബോർഡ് തട്ടിച്ചെടുത്താണ്. അതുപോലെ തന്നെ അവിടുത്തെ സെക്രട്ടറിമാരും കൂടി ചേർന്നിട്ട് ചെയ്ത തട്ടിപ്പുകളുടെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ അന്വേഷിച്ച് റിപ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലുണ്ട്, പക്ഷേ നടപടിയെടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. പല ആളുകളുടെ ജീവിതമൊക്കെ വലിയ വളരെ പ്രയാസത്തിലാണ് പല ആൾക്കാരും. ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള 3 നിക്ഷേപകർ പണം കിട്ടാൻ, ചികിത്സിക്കാൻ പണം കിട്ടാതെ മരണപ്പെടുകയുണ്ടായി. ക്യാൻസർ വന്നിട്ട്, അതുപോലെ തന്നെ മാരകമായ മറ്റ് അസുഖങ്ങൾ വന്നിട്ട് ഇപ്പോൾ ഒത്തിരി ചികിത്സയ്ക്ക് പോലും പണം കിട്ടാതെ ബാങ്കിൽ കയറി ഇറങ്ങി നരകയാതന അനുഭവിച്ച് മരണപ്പെട്ടു പോയി. ഒരു 10ഓ 25ഓ ആൾക്കാർ ഈ പശുവിനെ വളർത്തി സമ്പാദിച്ച പണം ഇട്ട ആൾക്കാരുണ്ട്. ഭർത്താക്കന്മാരില്ല, കുട്ടികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, കുടുംബ പരാമർശങ്ങളുണ്ട്. അവർക്കൊന്നും ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല. രോഗം വന്നാൽ ചികിത്സിക്കാൻ പണമില്ല. അങ്ങനെ കഷ്ടത്തിലാണ് ആൾക്കാർ. എന്താണ് ചേച്ചിയൊക്കെ പണം നിക്ഷേപിച്ചത്? അതെ, ഞാനൊക്കെ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെയേറെ കൊണ്ട് കിട്ടുന്ന തുച്ഛമായ പൈസ, മാസാമാസം കിട്ടുന്ന തുച്ഛമായ പൈസ എന്ന് ചെറിയ സമ്പാദ്യമായിട്ട് കുട്ടികളുടെ പഠനവും വിദ്യാഭ്യാസവും വിവാഹവും വരുന്ന സമയത്തേക്ക് എന്തെങ്കിലും ഒന്ന് ആവുമല്ലോ എന്ന് കരുതിയിട്ടായിരുന്നു നമ്മളൊക്കെ നിക്ഷേപിച്ചിട്ടുള്ളത്. ആ നിക്ഷേപങ്ങളുടെ അവരുടെ ഏകദേശം പഠന സമയവും മറ്റു കാര്യങ്ങളും ബാങ്കിന്റെ പ്രതികരണവും ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്.